ഹായ്, ഇറ്റ്സ് മൈ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളിയുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവാസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ബാരാമുള്ള സ്പെഷ്യാലിറ്റീസ്, ബാരാമുള്ളയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. ജമ്മു കാശ്മീരിലെ ഒരു മുനിസിപ്പാലിറ്റിയും ഒരു നഗരവുമാണ് ബാരാമുള്ള എന്നത്. ഇതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 71,498 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 23.98 കിലോമീറ്റർ സ്ക്വയറാണ് ഇത് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇത് ഗേറ്റ് വേ ഓഫ് കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത്. കാശ്മീരിൻ്റെ കവാടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് തർക്കമുള്ള കാശ്മീർ മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണത്തിന് കീഴിലാണ് ബാരാമുള്ള. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമാണ്. ജമ്മു കാശ്മീരിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ബാരാമുള്ള എന്നത്. പണ്ട് കാലത്ത് ഇത് വർമുൽ അറിയപ്പെട്ടിരുന്നു. അതുകൂടാതെ ബരാഹമുല എന്നും ഇത് അറിയപ്പെടുന്നു. അങ്ങനെ രണ്ട് പേരിൽ ഇത് അറിയപ്പെട്ടിരുന്നു. ജമ്മു കാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്നും താഴേക്ക് ചെലം നദിയുടെ തീരത്താണ് ഈ ബാരാമുള്ള നഗരം സ്ഥിതി ചെയ്യുന്നത്. ചെലം നദിയുടെ തീരത്താണ്. അതുകൊണ്ടാണ് ഇതിനെ ഗേറ്റ് വേ ഓഫ് കാശ്മീർ എന്ന് വിളിക്കുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ BC 2308 ഈ നഗരം സ്ഥാപിച്ചത്. BC 2308. അതിനുശേഷം AD 1508 ആയപ്പോഴേക്കും ഇവിടെ അക്ബർ ചക്രവർത്തി ഇവിടെ വന്ന് താമസിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം AD 1700 ഇവിടെ ജഹാംഗീർ ചക്രവർത്തി ഇവിടെ താമസിച്ചിരുന്നതായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ മുഗൾ ചക്രവർത്തിമാരുടെ പ്രധാനപ്പെട്ട താമസ സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ബാരാമുള്ള എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. ശ്രീനഗറിൽ നിന്നും ഏകദേശം 53.8 ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. മറ്റൊരു തലസ്ഥാനമായ ജമ്മു കാശ്മീരിൻ്റെ ശൈത്യകാല തലസ്ഥാനമായ ജമ്മുവിൽ നിന്നും ഏകദേശം 296 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ബാരാമുള്ള ചലം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റ് വേ ഓഫ് കാശ്മീർ എന്നും അറിയപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.